കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ സീസണിലേക്കുള്ള ജേഴ്സി പുറത്തിറക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ നോട്ടൊക്കെ ഒരു ഇഷ്ടം ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വിട്ടിട്ട് കിടക്കാം. പുതിയ സീസണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 ജേഴ്സികളാണ് അവർ പുറത്ത് ഇറക്കിയിട്ടുള്ളത്. രണ്ടും ഹെവി കിറ്റുകളാണ്. മികച്ച പുതുപുത്തൻ ഒരു ശൈലിയിലുള്ള ജേഴ്സിയാണ് അവർ ഇറക്കിയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന് മുമ്പത്തെ ഹെവി കിറ്റുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് സമ്പൂർണ്ണമായും വ്യത്യസ്തമായിട്ടുള്ളൊരു ഹെവി കിറ്റുകളാണ് രണ്ടും പുറത്തിറക്കിയിട്ടുള്ളത്. എനിക്കിഷ്ടപ്പെട്ടു. ഒരു സ്റ്റാൻഡേർഡ് ചൈനീസ് കോളറോടൊക്കെ കൂടി വരുന്ന ഒരു പുതുപുത്തൻ ഹെവി കിറ്റാണ് അവർ പുറത്തിറക്കിയിട്ടുള്ളത്. ഹോം കിറ്റ് ഇതുവരെ അവർ പുറത്തിറക്കിയിട്ടില്ല. അതിനിപ്പോൾ എപ്പോഴാണ് അനൗൺസ് ചെയ്യാമെന്നറിയില്ല. ഏതായാലും ഹോം കിറ്റ് എന്തായാലും ഒരു മികച്ചൊരു കിറ്റ് തന്നെയായിരിക്കും അവർ ഇറക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും സമയമുണ്ട്. 6x6 ആണ് കിറ്റ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം അവരല്ലായിരുന്നു, ഇപ്പോൾ രണ്ടാമത് പിന്നെയും അവർ തന്നെയാണ് കിറ്റ് പാർട്ട്നേഴ്സായിട്ട് വരുന്നത്. 6x6 ഏതായാലും ഒരു നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. അവർ നല്ല പുതുത്തൻ വ്യത്യസ്തമായ ഡിസൈനിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കിറ്റുകളായിരിക്കും എന്തായാലും 6x6 ഇറക്കുക. അവരിൽ എനിക്ക് എന്തായാലും നല്ലൊരു വിശ്വാസം തന്നെയുണ്ട്. അപ്പം കഴിഞ്ഞ വർഷത്തെ പോലെ അത്യാവശ്യം ബോറായി കളയില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഹോം കിറ്റ് 6x6 ആയതുകൊണ്ട് നല്ല പ്രതീക്ഷയായി വിടുന്നില്ല. അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സീസണിലേക്കുള്ള ആദ്യ മത്സരം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം മറ്റന്നാൾ വ്യാഴാഴ്ച ആണ് നടക്കാൻ പോകുന്നത്. രാജസ്ഥാനെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത്. സൂപ്പർ കപ്പിലെ ആദ്യത്തെ മത്സരമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉള്ളത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ടീമിന് മാത്രമായിരിക്കും നോക്കൗട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിൽ രാജസ്ഥാൻ, ഹൈദരാബാദിലെ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി, അതുപോലെ തന്നെ മുംബൈ സിറ്റി, ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയവരാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഇടം നേടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു ടീമിന് മാത്രമായിരിക്കും നോക്കൗട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. അതുകൊണ്ട് എല്ലാ മത്സരവും വളരെ നിർണായകമാണ്. ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിടുവേണ്ടിയിരിക്കുകയാണ്. നന്ദി.